മണ്ഡല പുനർനിർണയത്തിന്റെ പേരിൽ വിഘടനവാദ ലക്ഷ്യത്തോടെ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ വിളിച്ച യോഗം പരാജയം. മമതാ ബാനർജിയും സിദ്ധരാമയ്യയും ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തില്ല. ചന്ദ്രശേഖർ റാവുവും നവീൻ പട്നായിക്കും വിട്ടുനിന്നതും സ്റ്റാലിന് തിരിച്ചടിയായി. അതിർത്തി പുനർനിർണയം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആണെന്നായിരുന്നു യോഗത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭിപ്രായം. രാജ്യത്തെ ജനസംഖ്യ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് മണ്ഡല പുനർനിർണയത്തിലേക്ക് കേന്ദ്രം കടക്കുന്നത്. നിലവിലെ ലോക്സഭയുടെ അംഗബലം 543 ആണെങ്കിൽ മണ്ഡല പുനർനിർണയത്തോടെ അത് 888 ഉയരും. ഇതിനെ എതിർത്താണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. ജോയിന്റ് ആക്ഷൻ കമ്മിറ്റിയുടെ ആദ്യ യോഗമാണ് ഇന്ന് ചെന്നൈയിൽ നടന്നത്. 7 മുഖ്യമന്ത്രിമാരെ സ്റ്റാലിൻ ക്ഷണിച്ചുവെങ്കിലും എത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാനും മാത്രം. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ മാഞ്ചി എന്നിവരെ സ്റ്റാലിൻ ക്ഷണിച്ചുവെങ്കിലും യോഗത്തിന് എത്തിയില്ല. ജനം, ഡൽഹി.